ഹലോ, അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ അച്ഛാ? ഇത് കോസ്റ്റ്യൂമോളാ. ഇന്ന് ഇവിടെ ചിലതൊക്കെ നടക്കും. ചേരാത്ത ഒരു ഓടായിട്ടുള്ള സാധനം കണ്ടല്ലോ, നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. വാച്ച് പെണ്ണ് ലേഡീസ് വാച്ച് ആണല്ലോ. ഇപ്പൊ നമ്മൾ കുർത്താന്ന് പറഞ്ഞിട്ട് പോകുന്ന പല സാധനങ്ങളും ആണും പെണ്ണും ഒക്കെ ഇടുന്നതല്ലേ. അപ്പൊ ചുരിദാർ ആണുങ്ങൾ ചുരിദാറായിട്ടാണ്. മനുഷ്യനെ പണിയെടുത്ത് ജീവിക്കാനും സാധിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ജീൻസും ഷർട്ടും ഇടാൻ, ആൺകുട്ടികൾക്ക് പുരുഷന്മാർക്ക് ചുരിദാർ ഇട്ടാൽ എന്താ കുഴപ്പം? മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അത്ര മാന്യമായി ധരിക്കണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും മറന്നിട്ടില്ലേ? ഒന്നും പ്രദർശിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. മടിക്കാത്തോട്ട് കിടക്കണം. വാച്ചിന്റെ കാര്യം അതിന് ഏത് അങ്ങനെ ഒരു സ്ത്രീക്ക് പ്രത്യേക സംഗതി, പുരുഷന് പ്രത്യേക. നീ എന്നെ നശിപ്പിച്ച് കിടങ്ങുമല്ലേടാ. ഒരു കളർഫുൾ, ഇതൊരു കളർഫുൾ ആയതുകൊണ്ട് ഇതൊരു കളർഫുൾ. ഈ കളർ നല്ല ഇഷ്ടമാണ്. വാച്ചില്ലാതെ വേറെ എന്താ യൂസ് ചെയ്യുന്നത് സ്ത്രീകളുടെ? സ്ത്രീകളുടെ വേറെ യൂസ് ചെയ്യാറില്ല. പിടിച്ചില്ലേ? എന്താ നിനക്ക് എന്നെ പിടിച്ചില്ലേ? നമുക്ക് സാരി എടുത്തിട്ടുണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? നീ ചുമ്മാ ഒരുപാട് തമാശ പറയാതെ. ഇത് വലിയ തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് നാട്ടുകാർ നമ്മളെ മെന്റൽ ഹോസ്പിറ്റലിൽ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു ആ റോള് എന്തും ചെയ്യും, യാതൊരു സംശയവും. എന്ത് വേണമെങ്കിലും ചെയ്യോ? എന്ത് ഡിമാൻഡ് ചെയ്യുന്നു ആ റോള് എന്തും ചെയ്യും. സ്നേഹത്തോടെ ആട്ടിങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? PK അമീർ ഖാൻ മൂടായിട്ട് പോകാമെങ്കിൽ പിന്നെ ഞാനൊക്കെ അവിടെ രോമത്തിൽ പിന്നെ തൊടാനുള്ള യോഗ്യതയില്ല. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? നമ്മൾ ഭംഗിയായി ചെയ്യാനുള്ള, ഇല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഇറങ്ങാൻ പോകുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 54 സർട്ടിഫിക്കറ്റ് കോളേജിൽ പഠിക്കുമ്പോഴേ ഉണ്ട്. നാടകം, മൈമോണാക്ട്, കേരള യൂണിവേഴ്സിറ്റി, നമുക്ക് മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര. അതിനകത്ത് ചെയ്ത പെർഫോമൻസ് കണ്ടിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി, ഭയങ്കരം തന്നെ. സിനിമാ പ്രവർത്തകർ, പ്രൊഡ്യൂസർമാരെ, ഡയറക്ടർമാര് രജികുമാറിനെ കൺസിഡർ ചെയ്യണം. കണ്ടാലും തോന്നും. ഞാൻ ഓസ്കാറും കൊണ്ടേ പോകത്തുള്ളൂ. വിരോധമുണ്ടോ? ഇല്ല. ദേവത്തിലെ രേണുസുതി എന്റെ ദേവത്തിന്റെ പ്രൊമോഷൻ വന്നാണ് നിങ്ങളെല്ലാം കൂടെ എന്നെ വലിച്ചു കയറിയൊരു പരിവാക്കിയത്. പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. വെട്ടായ ഒരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റക്കണ്ണൻ കണ്ടോരൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ. നീ ആരാ? നീ കോവിലകം എന്തിനു വാങ്ങിച്ചു? അയ്യോ, ഇതിലൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. മുത്തല്ല, അല്ലല്ല, ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് എനർജി, ഈവിൾ എനർജി, ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജി നമ്മളെ പിടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ആത്മാവിന്റെ നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്കൊക്കെ പോയില്ല? ഇല്ല, പോയില്ല. പോയി. അയാളുടെ ശ്രദ്ധ ഇതിൽ പോയോണ്ടല്ലേ ചോദിച്ചു. അത് പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. ഇല്ല, സമ്പത്ത് വരുന്നത് വേറെ സംഗതികളാണ്. പണിയെടുത്താലേ സമ്പത്ത് വരും. എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അല്ലാതെ കയ്യിലും കഴുത്തിലും ഓരോ നിട്ടുകൊണ്ട് കിടന്ന സമ്പത്ത് വരുത്തുന്നത്. ഈ പറഞ്ഞതിന് വേറെ അർത്ഥമില്ലേ? പല പല രീതിയിലല്ലേ ബ്ലോക്കുകൾ ഉണ്ടാക്കുക. നീ പെണ്ണിന്റെ കൊണ്ടുവരും, അല്ലെങ്കിൽ പണം കൊണ്ടുവരും, അല്ലെങ്കിൽ മദ്യം കൊണ്ടുവരും, അല്ലെങ്കിൽ വേറെ ഒരുപാട് സംഗതികളുണ്ട്. അവന് കള്ളു വേണ്ട, പെണ്ണ് വേണ്ട, കാശ് വേണ്ട. അപ്പം ഇയാൾ എന്നെ ആക്കാൻ വേണ്ടിയാണ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയാം. ഞാൻ നിന്റെ പേര് മറന്നുപോയി. ആരും പിന്നെ ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹമാറുകൾ വലിഞ്ഞു കയറും കേരളക്കാരെ പറയിപ്പിക്കാൻ. ചാനലിന്റെ പേരെന്താണ്? നമുക്ക് പറയാൻ പാടില്ല. നിങ്ങൾ ആക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലായാലും അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ട് പറയാൻ. എനിക്കെല്ലാമായി തൃപ്തിയായി.